ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ക്രിസ്തീയ ലോകത്തേക്ക് നോക്കിയാൽ ധാരാളം പ്രസംഗങ്ങളും ഉപദേശങ്ങളും അതിനൊക്കെ അടിസ്ഥാനപ്പെട്ട് ധാരാളം സഭകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പല സഭകളിലും മതങ്ങളിലുമൊക്കെ നമ്മൾ ഒരു കാലത്ത് അംഗങ്ങളുമായിരുന്നു. നാം ഇങ്ങനെ വളരെ ഓപ്പണായ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ധാരാളം ചിന്തകൾ, അനുഭവങ്ങൾ, പഠിപ്പിക്കലുകൾ ഒക്കെ അതിനൊക്കെ നമ്മൾ വിധേയപ്പെട്ടു പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഒരു 10, 25, 30 വർഷങ്ങൾക്ക് പിറകിലേക്ക് നാം നോക്കിയാൽ അന്ന് അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നം ഇല്ലായിരുന്നു. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ലോകത്തെ ആകമാനം ഒരേപോലെ സ്വാധീനിക്കത്തക്ക നിലയിലുള്ളതായ ഉപദേശങ്ങൾ അന്ന് പരക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയില്ലായിരുന്നു. എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കൂടി ദൈവം മുമ്പാകെ ഇരിക്കുന്നതായിട്ടുള്ളതും ഇവിടെ നടക്കുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ലോകത്തിൻ്റെ ഏത് കോണിലും ഇരുന്ന് ആർക്കും കാണാനും വിലയിരുത്താനും ഒക്കെ സാധിക്കും എന്ന് പറയുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നമ്മുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ആളുകളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തിൽ നമ്മളറിയാതെ തന്നെ ധാരാളം കൂട്ടിച്ചേർക്കലുകളും അതുപോലെ തന്നെ ധാരാളം വിട്ടുകളയലുകളും നടന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ തന്നെ സഹോദരന്മാരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ദൈവവചനപ്രകാരമുള്ളതായ ഒരു കാഴ്ചപ്പാട് ഇല്ല എന്ന് പലതവണ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ തുടരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം നിറവേറ്റപ്പെടുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കോ അതൊരിക്കലും പര്യാപ്തമാകുകയില്ല എന്ന് ഉള്ളത് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മളുടെ ക്രിസ്തീയ ജീവിതം, ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ജീവിതം അതെന്താണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഒരു അടിസ്ഥാനമായി നമ്മുടെ ഹൃദയത്തിൽ പതിയുകയും നമ്മുടെ വിശ്വാസമായി പരിണമിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ഒരു ആത്മീക വളർച്ച എന്ന് പറയുന്നത് നടപ്പാകുകയുള്ളൂ. ഒരുപക്ഷെ ഞാൻ ഭയപ്പെടുന്നതായിട്ടുള്ളൊരു കാര്യം വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ വളർച്ചയൊന്നുമില്ലാതെ അങ്ങനെ മുരടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനൊരു കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാനം ശരിയായി വീണിട്ടില്ല എന്നുള്ളതായിരിക്കാം എന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ കേട്ട് പരിചയമുള്ളതായതുകൊണ്ട് അതിൻ്റെ വാക്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം 1 മണിക്കൂർ കൊണ്ട് ഈ ഒരു കാര്യം പൊതുവിൽ ഒന്ന് പറഞ്ഞ് തീർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രവുമല്ല, നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കുകയും അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയോ വചനത്തിൽ നിന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുകയും അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ ഒരു അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കേണ്ടതും ആവശ്യമാണ്. അതിൻ്റെ മുകളിലേക്ക് മാത്രമേ നമുക്ക് പണിയാനായിട്ട് കഴിയുള്ളൂ. നമുക്കറിയാം, ശരിയായ അടിസ്ഥാനമിടാതെ ഒരു കെട്ടിടം പണിയാൻ തുടങ്ങിയാൽ അത് പണിത് കുറച്ച് മുകളിലേക്ക് ചെല്ലുമ്പോൾ അത് ഇടിഞ്ഞു വീഴും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞു വീഴുന്നതായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളായിട്ടാണ് ഇന്ന് ലോകത്ത് അനേകരും ജീവിക്കുന്നത്. ശരി, നമുക്ക് സൃഷ്ടിയിൽ തന്നെ ഇത് തുടങ്ങേണ്ടത് ആവശ്യമാണ്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തായിരുന്നു ദൈവം അങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ടുള്ള കാരണം? പല ഉത്തരങ്ങളും പല ആളുകളും പറയും. എന്നാൽ നമുക്കറിയാം, വചനത്തിൽ നാം കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടതായിട്ടുള്ള
സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും നമ്മളുടെ വചന പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മളൊരു കാര്യം ഉറപ്പിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായും മനുഷ്യർ തമ്മിലുമുള്ളതായ ഒരു ശ്രേഷ്ഠമായ ബന്ധത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ദൈവം സ്നേഹവാനാണ്. ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹം അത് ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം ത്രിത്വത്തിൽ ആ സ്നേഹം അവർ പങ്കിടുന്നുണ്ട്. നമുക്കറിയാമല്ലോ, കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന്. അപ്പോൾ അവിടെ ഒരു ഒരുമ, ത്രിത്വത്തിൽ ഒരു ഒരുമയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരുമ, ആ സ്നേഹം, അത് മനുഷ്യരെ കൂടെ ആ സ്നേഹത്തിന് പാത്രമാക്കുക എന്ന് മാത്രവുമല്ല, മനുഷ്യർ തമ്മിലും ദൈവത്തിലുള്ളതായിട്ടുള്ള സ്നേഹവും ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹവും മനുഷ്യർ തമ്മിലും ഉണ്ടാകുക. ഇതാണ് ദൈവത്തിൻ്റെ മനുഷ്യ സൃഷ്ടിയുടെ പരിപാടി എന്ന് പറയുന്നത്. അതുകൂടാതെ ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുന്ന സകല സൃഷ്ടികളും മനുഷ്യൻ്റെ നന്മയെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള വേദവാക്യങ്ങൾക്ക് ധാരാളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൃഷ്ടി തന്നെ മനുഷ്യപുത്രൻ്റെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സൃഷ്ടിയും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നന്മയെ, അതിൻ്റെ മഹത്വത്തെ കണ്ട് നന്മയെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അവരിലൂടെ ദൈവത്തോടും ദൈവത്തിൽ നിന്നും അവർ തമ്മിലും വ്യാപരിക്കുക എന്നുള്ളതാണ്. അത് സർവ്വ സൃഷ്ടികളോടും അങ്ങനെ വ്യാപരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ അതിന് വേണ്ടുന്നതായിട്ടുള്ളൊരു അടിസ്ഥാന ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം അത് മനുഷ്യരിലേക്കും പകരപ്പെടണം. ആ സ്നേഹം മനുഷ്യർ തമ്മിലും പകരപ്പെടണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കേണ്ടത് ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ ആ സ്നേഹം പകരപ്പെടുവാനായിട്ട്, ആ കൂട്ടായ്മ പകരപ്പെടുവാനായിട്ട് ഒരിക്കലും സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് അങ്ങനെ ഒരു ബന്ധം ദൈവവുമായിട്ടും മനുഷ്യർ തമ്മിലും നിലനിർത്തുവാനായിട്ട് ദൈവം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ പാപം മനുഷ്യരിലേക്ക് കടന്നു. അതോടുകൂടി ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം തകർന്നു. മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും തകർന്നു. മനുഷ്യനും മറ്റ് സൃഷ്ടികളുമായിട്ടുള്ള ബന്ധവും തകർന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പാപം മുഖാന്തരം ദൈവം എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് അതൊന്നും നടപ്പാകാതെ വന്നു എന്നുള്ളതാണ് നമുക്ക് ബൈബിളിൽ നിന്നും ചരിത്രത്തിലും മാനവരാശിയെ നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അങ്ങനെ മനുഷ്യനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതായിരുന്നില്ല ദൈവത്തിൻ്റെ നിത്യപരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വീണുപോയതായ മനുഷ്യന് ഒരു രക്ഷയുടെ മാർഗം, അവന് വീണ്ടും ഈ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്കും അതുപോലെ തന്നെ പരസ്പരമുള്ള കൂട്ടായ്മയിലേക്കും വരുവാനായിട്ടുള്ള ഒരു വഴി ദൈവം അന്ന് തന്നെ ആദ്യ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്യുകയും പിന്നീട് കാലത്തിൻ്റെ തികവിൽ അതിനുള്ള ഒരു വഴി ഒരുങ്ങിയതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രശ്നം വന്നത് പാപമുഖാന്തരമാണ്. ആ പ്രശ്നം പാപമുഖാന്തരമായിട്ടാണ് വന്നതെങ്കിൽ പ്രശ്നം തീർക്കുന്നത് എങ്ങനെയായിരിക്കണം? ആ പാപത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണം. അപ്പോൾ പാപം മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് ലോകത്തിലെല്ലാവരും സമ്മതിക്കും. എല്ലാ സമൂഹങ്ങളിലും നിയമങ്ങളും ശിക്ഷകളും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പാപം സകല സ്ഥലങ്ങളിലും വ്യാപരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. നിയമങ്ങളില്ലാത്ത ശിക്ഷകൾ, നിയമലംഘനത്തിന് ശിക്ഷകളില്ലാത്ത ഒരു ദേശവും ഒരു രാജ്യവും ഒരു കുടുംബവും യഥാർത്ഥത്തിൽ ലോകത്തില്ല. അത് കാണിക്കുന്നത് തന്നെ പാപം എന്ന് പറയുന്നത് സകല മനുഷ്യരിലും വ്യാപരിച്ച് മനുഷ്യൻ്റെ ആ സ്നേഹത്തിലൂന്നിയതായിട്ടുള്ള ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, അപ്പോൾ ആ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് എന്താണ് മാർഗം? അപ്പോൾ മനുഷ്യന്റെ ബുദ്ധിയിൽ ദൈവത്തെ അന്വേഷിക്കാതെ മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യൻ പല പല പരിപാടികൾ ആവിഷ്കരിച്ചു. അതിൽ സ്വന്തം ശരീരത്തെ ത്യജിക്കുകയും അല്ലെങ്കിൽ അതിനെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നത് മുതൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയോ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നതായിട്ടുള്ള
അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള പാപപരിഹാര പ്രക്രിയകളൊക്കെ ലോകത്തിൽ അനേക മതങ്ങളും സഭകളും ഒക്കെ കണ്ടുപിടിച്ച് അത് നടപ്പാക്കി അതിൽ ആശ്രയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാലും ഈ പാപം എന്ന് പറയുന്ന പ്രശ്നത്തിനൊരു പരിഹാരം വരുന്നില്ല. സമൂഹം മുഴുവനും പാപികളായിട്ട് തന്നെ തുടരുന്നു. അങ്ങനെയുള്ള മതങ്ങളിൽ തീവ്രമായിട്ടുള്ള വിശ്വാസമുള്ള ആളുകൾ കൂടുതൽ വലിയ പാപത്തിലേക്കും അക്രമത്തിലേക്കും തിരിയുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെതായിട്ടുള്ള യാതൊരു കണ്ടുപിടുത്തങ്ങൾക്കും, അത് ആചാരാനുഷ്ഠാനങ്ങളാണെങ്കിലും മതങ്ങളാണെങ്കിലും സഭകളാണെങ്കിലും മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് ഈ മനുഷ്യന്റെ സൃഷ്ടി മുതൽ ഇന്ന് വരെയും നമുക്ക് ഈ നിമിഷം വരെയും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണം, അല്ലെ? അവിടെ ഏദനിൽ നീ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കും. അപ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. അപ്പോൾ ആ മരണം എന്ന് പറയുന്ന ശിക്ഷയ്ക്കാണ് യഥാർത്ഥത്തിൽ പരിഹാരം ഉണ്ടാകേണ്ടത്. അത് പരിഹാരമുണ്ടാക്കുവാനായിട്ട് ലോകത്തിൽ യോഗ്യരായിട്ടുള്ള ആരുമില്ല. കാരണം ഈ പാപത്തിന് അടിമപ്പെടാത്തതായിട്ടുള്ള യാതൊരു ആളുകളും ലോകത്തില്ല. അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ടും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല. എല്ലാവരും വീണു, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ പിന്നെ എന്താണ് ഒരു വഴി എന്ന് പറയുന്നത്? പാപമില്ലാത്തവനായി ദൈവം തന്നെ ഭൂമിയിലേക്ക് അവതരിച്ച് പാപമില്ലാത്തവനായിട്ട് ജീവിച്ച് ഈ പാപത്തിന്റെ ശിക്ഷ ദൈവം ഏറ്റെടുക്കുക എന്നുള്ളതല്ലാതെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ട് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. എന്തെങ്കിലുമൊക്കെ ദാനധർമ്മം ചെയ്തോ അല്ലെങ്കിൽ ദൈവത്തിന് എന്നവണ്ണം ഇങ്ങനെയുള്ള മതങ്ങളിലോ സഭകളിലോ ഒക്കെ കൊടുത്തൊക്കെ പാപമോചനം നേടാമെന്ന് മനുഷ്യൻ വിചാരിച്ചെങ്കിലും നമുക്കറിയാം ഈ സർവ്വ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവത്തിന് മനുഷ്യർ കൊടുക്കുന്നതായിട്ടുള്ള നേർച്ച കാഴ്ചകൾ മേടിച്ച് പാപം പരിഹരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്താഗതികൾ എത്രത്തോളം വികലമായി പോയി വീണുപോയി എന്നുള്ളതിന്റെ തെളിവ് മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം തന്നെ ഒരു മനുഷ്യനായിട്ട്, കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് ആ പാപത്തിന്റെ ശിക്ഷ കർത്താവ് കാൽവരിയിൽ ഏറ്റെടുത്തു. അതല്ലാതെ പാപത്തിന് പരിഹാരമായിട്ട് ലോകത്ത് ഒന്നുമില്ല. ക്രെഡിബിളായിട്ടുള്ള യാതൊന്നും പറയാനായിട്ട് കഴിയില്ല. സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് അവരുടെ സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ പോലും പാപത്തിന് പരിഹാരം മറ്റൊന്നും ഈ ലോകത്തിൽ സാധ്യമാകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശരി, അപ്പോൾ പിന്നെ ഈ കർത്താവായ യേശുക്രിസ്തു പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കേവലം ഒരു ദിവസത്തിൽ കർത്താവ് വന്ന് ഞാൻ നിങ്ങളുടെ പാപം ഏറ്റെടുക്കാൻ പോവുകയാണെന്നൊന്നുമല്ല. ഇതിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ അത് ആദാം ഹവ്വ മുതൽ എബ്രഹാം ഇസ്ഹാക്ക് മുതൽ മോശ മുതൽ അങ്ങനെ പ്രവാചകന്മാരിലൂടെ യെശയ്യാവിന്റെ പുസ്തകത്തിലൊക്കെ കർത്താവ് കടന്നു പോകുന്നതായ ഈ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സഹിക്കുന്നതായിട്ടുള്ള കഷ്ടപ്പാടുകളും അതിൻ്റെ മരണവും ഒക്കെ വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഇത് ഏതെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം ഒരാൾ കടന്നു വന്നതല്ല, മറിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ വരവിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ധാരാളം പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിലുടനീളം കാണുവാനായിട്ട് സാധിക്കും. അതൊക്കെ അങ്ങനെ തന്നെ നിവൃത്തിയായി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പാപത്തിന്റെ പരിഹാരം എന്നുള്ളൊരു കാര്യം ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് ആ പരിഹാരം കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ് എന്നും നമ്മളിൽ തന്നെയും നമുക്ക് തന്നെയും യാതൊരു ശക്തിയും യാതൊരു വഴിയും കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുവാനായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടൊരു ശത്രുതയില്ലാതിരുന്ന കാലമായിരുന്നു പാപത്തിനു മുമ്പ് ഏദനിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മനുഷ്യനും തമ്മിൽ ശത്രുതയില്ലായിരുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിലൂടെ നാം പാപത്തിന് പരിഹാരമുണ്ടാക്കിയാൽ പിന്നെ നാം ജീവിക്കേണ്ടതായിട്ടുള്ള നിലവാരം എന്ന് പറയുന്നത് ദൈവത്തോട് ശത്രുതയില്ലാതെയും തമ്മിൽ ശത്രുതയില്ലാതെയുമാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ ഒന്നാകേണ്ടതിന്. ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയാണ് ഒന്നാകേണ്ടത്? ത്രിത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ആളുകൾ അവർ ഒന്നായിത്തീരണം. അപ്പോൾ അതാകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു നിലയിൽ പോകുമ്പോൾ മാത്രമാണ്
എന്താണോ ദൈവം മനുഷ്യ സൃഷ്ടിയെ കൊണ്ട് ഉദ്ദേശിച്ചത് അതൊരു യാഥാർത്ഥ്യമാവുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരാൾക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുക? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദൈവവചനത്തിൽ നാം വായിക്കുകയും അനേക സന്ദർഭങ്ങളിൽ ഇവിടെ നിന്ന് തന്നെയും പ്രസംഗിക്കുകയും മറ്റ് ക്ലാസ്സുകളിൽ നാം കേൾക്കുകയും ചെയ്തതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ദൈവത്തോടുള്ള ആ സമാധാന ബന്ധത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് നാം ആദ്യം സമ്മതിക്കേണ്ടത് ഞാനൊരു പാപിയാണ് എന്ന് ഹൃദയപൂർവ്വം അംഗീകരിക്കുക എന്നുള്ളതാണ്. ഒരുവിധം ബോധമുള്ള ലോകത്തിലെ എല്ലാ ആളുകളും അത് സമ്മതിക്കും. എന്നാൽ ഞാൻ അങ്ങനെ വലിയൊരു പാപിയല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ തന്നെ ന്യായീകരിക്കുന്നതായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവത്തെ കൊണ്ട് ഒരാവശ്യവുമില്ല. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നീതിമാന്മാർക്ക് വേണ്ടിയല്ല പാപികൾക്ക് വേണ്ടിയാണ് വന്നത്, പാപികളെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോൾ നീതിമാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ പാപിയാണ് എന്ന് ഒരു നുറുക്കത്തോടെ സമ്മതിക്കാനും ഏറ്റുപറയുവാനും മനസ്സുള്ള ഒരാൾക്ക് മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ എനിക്ക് ഈ പാപത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം, ഞാൻ ചെയ്തു പോയതായ പാപങ്ങൾക്ക് എനിക്ക് ക്ഷമ വേണം. പിന്നെ ഈ പാപത്തിൽ ജീവിക്കാതെ ഈ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യവും വേണം. അത് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് കഴിയുള്ളൂ. ഞാനൊരു പാപിയാണ്, അതിൽ ദുഃഖവും നിരാശയും ആ പാപത്തോട് വെറുപ്പും എനിക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച്, പാപം എനിക്ക് ക്ഷമിച്ചു കിട്ടണം, ഇനി ആ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യവും വേണം. ഇത് കൃത്യമായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് കഴിയുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് ആ കർത്താവിൻ്റെ രക്തത്താൽ അതെൻ്റെ പരിഹാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. വിശ്വസിച്ചു അത് നീതിയായി കണക്കിട്ടു നമ്മൾ വായിക്കുന്നു. അവിടെ ഒരു വിശ്വാസത്തിന്റെ പ്രസക്തിയുണ്ട്. അതൊരു 100% ഹൃദയപൂർവ്വമുള്ള ഒരു വിശ്വാസമായിരിക്കണം. ഇനി കർത്താവ് മരിച്ചത് എങ്ങനെയാ എനിക്ക് വേണ്ടി ആകുന്നത് എന്നൊക്കെ സംശയത്തോടു കൂടിയോ അല്ലെങ്കിൽ എല്ലാവരും ഒക്കെ പറയുന്നു, അത് കേട്ടു, അങ്ങനെ ഒരു കേൾവിയോ ഒരു വിവരമോ ഒരു അറിവോ മാത്രമായിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അവർക്കൊരിക്കലും വിശ്വാസത്താലുള്ള നീതീകരണം ലഭിക്കുവാനായിട്ട് കഴിയുന്നതല്ല. പിന്നെ എന്താണ്? യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയണം എന്നുള്ളൊരു കാര്യമുണ്ട്. യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇതുവരെയും നമ്മളുടെ കർത്താവ് ആരായിരുന്നു, അല്ലേ? ഇതുവരെയും യേശു അല്ല ഒരു മനുഷ്യന്റെ കർത്താവ് എന്നുള്ളത് കൊണ്ടാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ആരായിരുന്നു കർത്താവ്? യഹൂദന്മാരോട്, അതായത് ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള ആ ജനത്തിൽ അവരുടെ മഹാപുരോഹിതന്മാരോടും അവരുടെ ശാസ്ത്രിമാരോടും ഒക്കെ പറയുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ്. അതായത് നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് പിശാചാണ്. അതല്ലെങ്കിൽ റോമാലയത്തിലേക്ക് വരുമ്പോൾ അവിടെ ധാരാളം വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ഭരിക്കുന്നത് പാപമാണ്. പിശാച് എന്നുള്ളതിന് പകരമായിട്ട് പാപം എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കർത്താവ് ഈ കാലം അത്രയും പിശാചും പാപവുമാണ്. എന്നാൽ ഇന്ന് ആ ഒരു യജമാനനെ, ആ ഒരു കർത്താവിനെ മാറ്റി യേശുവിനെ നിങ്ങൾ കർത്താവായിട്ട് സ്വീകരിക്കണം. അത് നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, യജമാനായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇന്നു മുതൽ ഞാൻ യേശു പറയുന്നത് എന്താണോ അത് ചോദ്യം ചെയ്യാതെ അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അതിനായിട്ട് ഞാൻ ഒരു ദാസനായിട്ട്, അല്ലേ, യജമാനന് ദാസനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒരാൾക്ക് വീണ്ടും ജന്മം പ്രാപിക്കാൻ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാനായിട്ട് ഈ ഒരു കാര്യം വളരെ അത്യാവശ്യമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മെ തന്നെ നാം ത്യജിക്കുക എന്ന് പറയുന്നത്. എന്നെ തന്നെ ത്യജിക്കുന്നത് അവിടെയാണ്. എൻ്റെ ഇഷ്ടമിനിയില്ല, എൻ്റെ യജമാനനായ യേശു അല്ലെങ്കിൽ എൻ്റെ കർത്താവായിട്ടുള്ള യേശു ക്രിസ്തു എന്തു പറയുന്നുവോ അത് ചോദ്യം ചെയ്യാതെ അത് ഞാൻ അനുസരിക്കാൻ ഇന്ന് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് മനഃപൂർവ്വം ഹൃദയപൂർവ്വം ഒരാൾ
ഏറ്റുപറഞ്ഞ് സമർപ്പിക്കുക. പിന്നെ വീണ്ടുമുണ്ട് സ്നാനപ്പെടുക. സ്നാനത്തിൽ നാം ക്രിസ്തുവിനോട് ചേരുന്നു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നാം പാപിയാണ് എന്നുള്ളൊരു കാര്യത്തെ അംഗീകരിക്കുകയും പാപത്തെക്കുറിച്ച് മാനസാന്തരവും ആ പാപത്തെ വിട്ടുകളഞ്ഞ് നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ വിശ്വസിച്ച് ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് യേശുവിനെ നമ്മുടെ കർത്താവായിട്ട് സ്വീകരിച്ച് സ്നാനപ്പെടുക. ഇത്രയും കാര്യങ്ങൾ മനുഷ്യൻ്റെ രക്ഷയിൽ അല്ലെങ്കിൽ ആ വീണ്ടും ജനനത്തിങ്കിൽ ഉണ്ട് എന്നുള്ളത് ദൈവവചനത്തിലെ ഭാഗങ്ങളെല്ലാം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് ഒന്നും കുറയ്ക്കുവാനോ ഇതിനോട് ഒന്നും കൂട്ടുവാനോ പാടില്ല. ചില യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അതിനോട് അവർ പരിച്ഛേദന കൂടി ഏക്കണം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ അവർ ശപിക്കപ്പെട്ടവരാണ്. ഈ സുവിശേഷത്തോട് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിയാൽ അവർ ശപിക്കപ്പെട്ടവർ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 2 തവണ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇതാണ് സുവിശേഷം. എന്നാൽ സുവിശേഷം ഇതുകൊണ്ട് തീരുന്നില്ല. ദൈവം നമ്മെ തൻ്റെ മകനായി അല്ലെങ്കിൽ മകളായി ഏറ്റെടുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് സൃഷ്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിലേക്ക് വരാനായിട്ടാണ്. എന്താണ്? ദൈവവുമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ബന്ധം, അതുപോലെ തന്നെ ദൈവമക്കൾ തമ്മിലുള്ളതായിട്ടുള്ളൊരു സമ്പൂർണ്ണ ബന്ധം. അതിനു വേണ്ടിയിട്ടിടുന്ന ഒരു തുടക്കം മാത്രമാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതിൻ്റെ ആരംഭം മാത്രമാണ്. നമുക്കറിയാം, വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് ഒരു സ്ത്രീയും പുരുഷനും അവർ ഉടമ്പടി ചെയ്തു. അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവരെ നമ്മളെ വിവാഹം നടത്തുന്ന ആള് പരസ്യമായി പ്രഖ്യാപിക്കും. അവരുടെ വിവാഹം നടന്നു. എന്നാൽ ഞങ്ങൾ വിവാഹം നടന്നു, ഞങ്ങൾ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് പറഞ്ഞ് ഇവർ 2 വഴിക്ക് പോയാൽ ആ വിവാഹ ബന്ധം എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിവാഹിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും ദൈവത്തിന് ഉള്ളതായിട്ടുള്ള ജീവിതവും അവരുടെ മുമ്പോട്ടുള്ള പോക്കുമെല്ലാം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഉടമ്പടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഒരാൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഉടമ്പടിയോടുകൂടി ദൈവവുമായിട്ടുള്ളൊരു ഉടമ്പടിയോടുകൂടി നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് ഫിലിപ്പി ലേഖനത്തിലെ നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഒരു സ്നാനത്തിൽ അവസാനിക്കുന്നതായിട്ടുള്ളൊരു കാര്യമല്ല. സുവിശേഷം എന്ന് പറയുന്നത് പാപിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഏദനിലെ ആദാമിൻ്റെ അതേ അവസ്ഥയിലേക്ക്, പാപമില്ലാത്ത, ദൈവവുമായിട്ടോ മനുഷ്യനുമായിട്ടോ ശത്രുതയില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നതുവരെയുള്ള ഒരു മുഴുവൻ പരിപാടിയാണ്. സുവിശേഷം രക്ഷയിൽ അവസാനിക്കുന്നില്ല. സുവിശേഷം അവസാനിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സുവിശേഷം നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അതിനെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം. ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ. അത് ആവശ്യമായി വരുന്നത് ഈ ബന്ധം ദൈവവും മനുഷ്യനും മനുഷ്യർ തമ്മിലുമുള്ളതായിട്ടുള്ള ആ ബന്ധം അങ്ങനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ്റെ ആ ദൈവസ്വരൂപത്തിന് പാളിച്ച വന്നുപോയി. അവരിൽ പാപം വന്നപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ആ സ്വരൂപം നഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും ആ സ്വരൂപത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. പുതുക്കം 24-ാമത്തെ വാക്യത്തിൽ പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അവിടെ ഒരു ജനനമാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ
അവിടെ ഒരു മരണത്തിന് ശേഷമാണ് ഒരു ജനനം എന്ന് നമുക്ക് ദൈവവചനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നാം മരിച്ചതായിട്ടാണ് വചനം പറയുന്നത്. കാരണം നമുക്ക് പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല, നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളില്ല. നമ്മൾ മരിച്ചു. യേശു എന്തു പറയുന്നോ, കർത്താവ് എന്തു പറയുന്നോ, യജമാനൻ എന്തു പറയുന്നോ അത് മാത്രം അനുസരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതായിട്ടുള്ള നാം മരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരർത്ഥം. തന്നെ ത്യജിക്കുന്നതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ മരിച്ചു, ഇനി ആരാണ്? എന്തുകൊണ്ടാണ് മരിക്കേണ്ടതായിട്ട് വരുന്നത്? എൻ്റെ യജമാനൻ വേറൊരാളായിരുന്നു അല്ലേ? ആ യജമാനൻ്റെ അടുക്കൽ നിന്നും പുതിയ യജമാനിലേക്ക് ഞാൻ മാറുകയാണ്. അപ്പോൾ പഴയ യജമാനന് അധീനനായിരുന്ന എന്നെ അവിടെ മരിച്ച് ഒരു പുതിയ യജമാനനിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി, അത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനാവുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുവാനായിട്ട്? കാരണം ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യന് മാത്രമേ ദൈവവുമായുള്ള സമ്പർക്കത്തിനോ അതുപോലെ തന്നെ തമ്മിലുമുള്ള ഒരു സമ്പർക്കത്തിനോ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഏതെങ്കിലും ദൈവം ദൈവാനുരൂപമായി സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ആദത്തിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവരിലൊരു പാപ സ്വഭാവമില്ലായിരുന്നു. ശരിയല്ലേ? അവരിലൊരു പാപ സ്വഭാവമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു മനുഷ്യനെ ദൈവം തൻ്റെ ഒരു മകനായി അല്ലെങ്കിൽ പുത്രനായി അല്ലെങ്കിൽ ദാസനായി തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലും അവൻ്റെ മനസ്സിലും ഒത്തിരി ക്രമക്കേടുകളുണ്ട്. ശരിയാണോ? ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാവരും ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഏദനിൽ ആദത്തിനും ഹവ്വായ്ക്കും കൊടുക്കാത്തതായ ഒരു പ്രത്യേക അനുഗ്രഹം ഈ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്ന ആളുകൾക്ക് ദൈവം നൽകി. എന്താണ് അനുഗ്രഹം? ഏദനിൽ കൊടുത്തില്ല, വിശ്വാസികൾ കൊടുത്തു. പരിശുദ്ധാത്മാവ്. ആരാ ഉത്തരം പറഞ്ഞേ? ജോണി സോറൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും വിട്ട് ദൈവത്തിൻ്റെ സ്വാധീനത്തിലേക്ക് വരുവാനായിട്ട് ആർക്കും കഴിയുന്നതല്ല. നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി ഇനി നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചോ, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചായിരുന്നുവെങ്കിൽ നമ്മുടെ വീണുപോയ മനസ്സും പാപത്തിന് അധീനമായ ജീവിച്ച മനസ്സും ശരീരവും നമുക്കുള്ളതുകൊണ്ട് നമുക്കത് സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അനന്തമായ ശക്തിയോടുകൂടി, അത്യന്ത ശക്തി എന്ന് പറയുന്നുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ. നമ്മൾ പഠിച്ചതാണ്. അത്യന്ത ശക്തി, അളവറ്റ ശക്തി, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നതായിട്ടുള്ള ശക്തി. അങ്ങനെ നമുക്ക് എത്രത്തോളം ശക്തി ഒരു പാപത്തിന്റെ മേൽ വിജയിക്കുന്നതിന് വേണോ, അല്ല ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ നിവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് എത്ര ശക്തിയാണോ ആവശ്യമുള്ളത്, കറക്റ്റ് ആ ശക്തി നൽകാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ചുറ്റുമല്ല, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്നല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മിൽ വാസം ചെയ്യുന്നതിന് വേണ്ടി ദൈവം നൽകി. അപ്പോൾ പാപത്തിൻ്റെ മേൽ എനിക്ക് വിജയമില്ല എന്നൊരാൾ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? ഒന്നുകിൽ പുതിയ സൃഷ്ടിയായിട്ടില്ല, ഇനി പുതിയ സൃഷ്ടിയായിട്ടുണ്ടെങ്കിൽ തന്നെ ആ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ ശക്തിയെ നാം ഉപയോഗിക്കുന്നില്ല എന്നാണ്. തൻ്റെ ആത്മാവിനാലാണ് നമ്മളിൽ ഒരു പുതുക്കൽ പരിപാടി ദൈവം ആരംഭിച്ച് കർത്താവിൻ്റെ വരവ് വരെയും അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയും ആ ഒരു പരിപാടി അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലേക്ക് നോക്കിയാൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് ആരിലും കാണുവാനായിട്ട് പൊതുവെ സാധിക്കുന്നില്ല. ഓരോ വർഷം കഴിയുന്തോറും ആളുകൾ കൂടുതൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മൊശരന്മാരും മൂശേട്ടുകളും അഹങ്കാരികളും ധിക്കാരികളും ഒക്കെ ആയി പോകുന്നു. അത് ഈ വിശ്വാസികളെന്നോ രക്ഷിക്കപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ ഏത് മനുഷ്യനെ എടുത്താലും അവർക്ക് ഒന്നും ഈ ദൈവത്തിൻ്റെ സ്വഭാവം അവരിൽ വന്ന് തമ്മിൽ സ്നേഹിക്കുവാനോ
ദൈവത്തോട് ഉള്ള അനുസരണവും സ്നേഹം കാണിക്കുവാനോ ഇന്ന് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അനേകരും രക്ഷിക്കപ്പെട്ടവരല്ല. ഇനി രക്ഷിക്കപ്പെട്ടവർ ആണെങ്കിൽ തന്നെയും അവർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ദൈവാത്മാവിൻ്റെ ശക്തിയിൽ അവരാശ്രയിക്കാതെ അവർ വീണ്ടും വിട്ടുപോകുന്ന കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. രക്ഷിക്കപ്പെടുവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ പാപിയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി ബോധ്യമാകുകയും അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും അതിനെക്കുറിച്ച് മാനസാന്തരപ്പെടുകയും എൻ്റെ പാപത്തിൻ്റെ പരിഹാരം കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ വരുത്തി എന്നുള്ളത് വിശ്വസിച്ച് നമ്മുടെ മേലുള്ള സകല അധികാരവും പിശാചിൽ നിന്നും മാറ്റി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ നാം വീണ്ടും ജന്മം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ നാം രക്ഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതോടുകൂടി ദൈവവും നാമുമായിട്ടുള്ള ശത്രുത അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വായിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അപ്പോൾ പാപം സംബന്ധിച്ച് മരിക്കുകയും നീതിക്ക് ജീവിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവേഷ്ടം. അപ്പോൾ പാപം സംബന്ധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനി ഞാൻ പാപത്തിൻ്റെ വഴിയേ ഇല്ല, ഞാൻ മരിച്ചു, ഇനി ഞാൻ നീതിക്ക് വേണ്ടി ജീവിക്കുക, നീതിക്ക് സംബന്ധിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇനി നീതി ചെയ്തു തന്നെ ജീവിക്കുക എന്നുള്ളതാണ്. അവിടെ മാത്രവുമല്ല, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പ്രിയമുള്ളവരെ, പാപം സംബന്ധമായി മരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരാൾ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്നത്. പാപത്തിന് ദാസനായിരുന്നു, അല്ലെങ്കിൽ പിശാചിന് ദാസനായിരുന്നു. നമ്മൾ ആ യജമാനെ വിട്ടു, നമ്മൾ യേശുക്രിസ്തുവിനെ നമ്മുടെ യജമാനായിട്ട് സ്വീകരിക്കുമ്പോൾ പാപം സംബന്ധമായിട്ട് നാം മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരിച്ച ഒരാൾക്ക് അതിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. എന്ന് വെച്ചാൽ അങ്ങനെ പാപം ചെയ്തുകൊണ്ട് മുമ്പോട്ട് തുടർന്നു പോകുവാനായിട്ട് അങ്ങനെ ഒരാൾക്ക് കഴിയില്ല. പാപം സംബന്ധമായിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പാപത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഒരു ഉദാഹരണം പറയാം, എനിക്കെപ്പോഴും എല്ലാവരോടും അസൂയയാണ്, എനിക്ക് സന്തോഷത്തോടെ സമാധാനത്തിൽ വസിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല, ഞാൻ തൊട്ടതും പിടിച്ചതും എല്ലാം എനിക്ക് പിണക്കമാണ്. അല്ലെ, നമ്മൾ സാധാരണ മോഷണം, വ്യഭിചാരം, കൊലപാതകം ഒക്കെയാണ് വലിയ വലിയ പാപങ്ങളായിട്ട് പറയുന്നത്. ബൈബിളിൽ അങ്ങനെ തരംതിരിവൊന്നുമില്ല. എനിക്ക് ആരോടും കരുണ കാണിക്കാനായിട്ടും സാധിക്കുന്നില്ല. എനിക്ക് ആരോടും ദയ കാണിക്കായ്മ, മനസ്സിൽ അലിവില്ലായ്മ, ഇതൊക്കെ പാപമാണ്. മരണകരമായുള്ള പാപത്തിന്റെ ലിസ്റ്റിൽ വന്നിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പാപത്തിൽ തന്നെ നാം തുടരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പാപം സംബന്ധമായിട്ട് നാം മരിച്ചിട്ടില്ല എന്നായിരിക്കും. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അതിന് 3-ാം അധ്യായത്തിൽ, 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എല്ലാവരും പിശാചിന്റെ മകൻ ആകുന്നു, സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാവരും കൊലപാതകനാകുന്നു. ഒരാളെ ദൈവം വീണ്ടും ജന്മം പ്രാപിച്ച്, ദൈവം ഒരാളെ രക്ഷിച്ച് ദൈവത്തിന്റെ പൈതലാക്കി തീർത്തു കഴിഞ്ഞിട്ടും അവന് സഹോദരനെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ, അവൻ സ്നേഹിക്കുന്നതിന് പകരം ദ്വേഷിക്കുകയാണെങ്കിൽ അവൻ കൊലപാതകം ചെയ്യുന്ന ഒരാളാണ്. കൊലപാതകത്തിന് തുല്യമായിട്ടുള്ളൊരു കുറ്റമാണ്. നമുക്ക് പലപ്പോഴും അത് വിശ്വസിക്കാനായിട്ടും അംഗീകരിക്കാനായിട്ടും സാധിക്കുകയില്ല. കാരണം അങ്ങനെയുള്ള പാപങ്ങളിലൊക്കെ ഒരുപക്ഷെ മുഴുകി ജീവിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ നമുക്ക് ചുറ്റും നമ്മൾ കണ്ട് അതൊക്കെ ഒരു ശീലമായി പോയി. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് ഒരുപക്ഷെ ഒരല്പം ബുദ്ധിമുട്ടാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും മനുഷ്യർ തമ്മിലുമായിട്ടുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടാണ് കാൽവരിയിൽ മരിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം മനുഷ്യർ തമ്മിലും ദൈവവും മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മയും സന്തോഷവും സ്നേഹവുമായിരുന്നു. ഇത് രണ്ടും കർത്താവായ യേശുക്രിസ്തുവിലൂടെ യഥാസ്ഥാനപ്പെടുന്നുവെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള വീണ്ടെടുപ്പിന്റെ ഫലം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ പാപത്തിന് അടിമപ്പെടാതെ, പാപത്തിന്റെ അടിമയാകാതെ, പാപത്തെ യജമാനാകാതെ നമ്മൾ
മുമ്പോട്ട് പോകണമെങ്കിൽ എന്താ അവിടെ ഉണ്ടാവേണ്ടത്? പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ചു. ഈ പഴയ മനുഷ്യൻ നമ്മളിൽ ഇരുന്നാൽ ഈ പഴയ മനുഷ്യൻ്റെ എപ്പോഴുമുള്ള പരിപാടി എന്ന് പറയുന്നത് ആ പാപവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പാപം ചെയ്യാനായിട്ടുള്ള പ്രവണതയും അതിൽ പോയി കൂടെ വീണു പോവുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ഈ പഴയ മനുഷ്യനിലാണ്, അല്ലെങ്കിൽ പഴയ മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ച് പുതിയ മനുഷ്യനായി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. വ്യക്തമായോ? നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. പാപത്തോടാണ് നമ്മളെ ചായ്വ്. പാപം ചെയ്യുന്നതിൽ നമുക്കൊരു ദുഃഖവുമില്ല. പാപത്തിൽ വല്ലപ്പോഴും അബദ്ധവശാൽ പെട്ടുപോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പാപത്തെക്കുറിച്ച് വളരെ വെറുപ്പ് നമ്മളിൽ ഉണ്ടാകാതിരിക്കുകയും പാപത്തോടുള്ള ഒരു താല്പര്യം നമ്മളിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നാം പാപസംബന്ധമായിട്ട് മരിച്ച് നീതിക്ക് ജീവിക്കാൻ കഴിയുന്നതായിട്ടുള്ള ആ പുതിയ മനുഷ്യനെ ധരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപം ശരീരത്തിന് നീക്കം വരേണ്ടതിന്. ശരി, 7-ാം വാക്യത്തിൽ എങ്ങനെ മരിച്ചവൻ? കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അവന് പാപക്ഷമ കിട്ടിയെന്നാണോ എഴുതിയേക്കുന്നത്? നമുക്ക് പലപ്പോഴും കർത്താവായ യേശുക്രിസ്തു എന്തിനു മരിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാമെന്നറിയാവോ? അയ്യോ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഞാൻ ചെയ്ത പാപങ്ങൾ, ഇന്നലെ ചെയ്ത പാപങ്ങൾ, പണ്ട് ചെയ്ത പാപങ്ങൾ, ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങൾ, അതിൻ്റെ എല്ലാം പരിഹാരം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ വരുത്തിയെന്നാണ്. അത് ഒരർത്ഥത്തിൽ ശരിയാണ്, എന്നാൽ അത് മറ്റൊരർത്ഥത്തിൽ ശരിയുമല്ല താനും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൻ്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരവും അതുപോലെ തന്നെ ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനവും. നാം പാപത്തിൻ്റെ അടിമത്തത്തിലാണ് വസിക്കുന്നതെങ്കിൽ, പിശാചിൻ്റെ അടിമത്തത്തിലാണ് നാം വസിക്കുന്നതെങ്കിൽ, നമുക്ക് നന്മ ചെയ്യുവാനും നീതി ചെയ്യുവാനും താല്പര്യമുണ്ടെങ്കിൽ പോലും അവൻ്റെ അടിമത്തമായതുകൊണ്ട് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നന്മ ചെയ്യുവാൻ, നീതിയോടെ ജീവിക്കുവാൻ നമുക്ക് ഒരു സ്വാതന്ത്ര്യം കർത്താവായ യേശുക്രിസ്തുവിൽ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു, അതായത് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും നമുക്ക് മോചനം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും 11-ാമത്തെ വാക്യത്തിൽ അവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. പാപം സംബന്ധിച്ച് മരിച്ചവർ, വീണ്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. അതെ, അപ്പം നമ്മൾ എവിടുന്ന രക്ഷപ്പെട്ടെ? പാപത്തിൻ്റെ അധീനതയിൽ നിന്ന്, അല്ലെങ്കിൽ പിശാചിൻ്റെ അധീനതയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തി ശുദ്ധീകരിച്ച്, കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് നമ്മെ കർത്താവിൻ്റെ അധീനതയിൽ, യേശുവിൻ്റെ അധീനതയിലേക്ക് നമ്മളെ മാറ്റി. എന്നിട്ട് അവരോട് പറയുക, എന്താ പറയണേ? ഇനി നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് വീണ്ടും കൊണ്ടുപോയി സമർപ്പിക്കരുത്. വ്യക്തമല്ലേ? നമ്മളെങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് യേശുവിൻ്റെ അധീനതയിലേക്ക് നമ്മെ കൊണ്ട് നമ്മൾ കൊടുത്തോ, അതേപോലെ തന്നെ ആ യേശുവിനെ വിട്ടിട്ട് വീണ്ടും ഈ പാപത്തിൻ്റെ അധീനതയിലേക്ക് നമ്മളെ തന്നെ കൊടുക്കുവാനായിട്ട് കഴിയും, നമ്മുടെ അവയവങ്ങളെ കൊടുക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ അവയവങ്ങളെ കൊണ്ടുപോയി കൊടുക്കരുത്, പാപത്തിൻ്റെ സമർപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ സമർപ്പിക്കാം എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. നമ്മുടെ അവയവങ്ങളെ പാപത്തിന് വീണ്ടും കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് ആ പാപത്തിൻ്റെ അടിമയായിട്ട്, ആ പിശാചിൻ്റെ അടിമയായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ട് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും, അതായത് പാപസംബന്ധമായി മരിച്ചിട്ട് ദൈവത്തിന് ജീവിക്കുന്നവരായും, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. അപ്പം നമ്മൾ ഒരിക്കൽ സമർപ്പിച്ചു അല്ലേ? വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ നമ്മൾ എന്താ? യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചപ്പോൾ നമ്മൾ അവിടെ അന്ന് സമർപ്പിച്ചതാണ്. എന്നാൽ ആ സമർപ്പണം എന്ന് പറയുന്നത് അതൊരു ആജീവനാന്ത പ്രക്രിയയാണ്. ഓരോ ദിവസവും ആ സമർപ്പണം ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ആളുകൾ ആ ഉടമ്പടിയൊക്കെ കഴിഞ്ഞ് രജിസ്റ്ററിലൊക്കെ ഒപ്പിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചേച്ച് അവരുടെ വഴിക്ക് പോകുന്നത് പോലെയുള്ള ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. പരസ്പരം അവരെ സമർപ്പിക്കപ്പെട്ട്, ഭാര്യയും ഭർത്താവും അവര് പരസ്പരം വിധേയപ്പെട്ടും അവര് സമർപ്പിക്കപ്പെട്ടും അവരൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് നാം ആ നീതീകരണ പ്രക്രിയയിൽ,
അത് ഉടമ്പടി ചെയ്തു എന്ന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് ഒരു പരിമിതിയുണ്ട്. കാരണം നമ്മുടെ യോഗ്യതകളൊന്നും അവിടെ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവ് നമുക്ക് സൗജന്യമായിട്ട് നൽകുന്നതാണ് രക്ഷ എന്നുള്ളത് കൊണ്ട് അത് ഒരു ഉടമ്പടി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. അതിനെ ഒരു സമർപ്പണം എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. ഉടമ്പടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ പിൻവലിക്കുകയാണ്. ശരി, അപ്പോൾ ഈ സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പിൻ. സമർപ്പിച്ചവരോട് തന്നെയാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ അന്വർത്ഥമാക്കേണ്ടുന്നതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്, ഒരു കൽപ്പനയാണ്, ഒരു ജീവിത ശൈലിയാണ്. ഈ പാപത്തിന് സമർപ്പിക്കാതിരിക്കുകയും നീതിക്ക് സമർപ്പിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ യാഗമായ ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഒരു ക്രിസ്തീയ ജീവിതമായിട്ട് മാറുന്നുള്ളൂ. ശരി, നമ്മുടെ പാപത്തിൻ്റെ നമ്മുടെ ചായ്വിനെ കുറിച്ച് ഇതിന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. പാപത്തിന് നമ്മുടെ ശരീരത്തിൽ 4 തലങ്ങളിൽ ചായ്വുണ്ട് എന്ന് ഞാനന്ന് പറഞ്ഞത് നിങ്ങളെ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത് നമ്മുടെ പ്രവർത്തന തലത്തിലുള്ളതായിട്ടുള്ള പാപങ്ങളാണ്. നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ ശരീര കൈകൊണ്ടോ കാലുകൊണ്ടോ ഒക്കെ ദോഷം വരുത്തിയാൽ അത് പാപമാണ്. അറിയാമല്ലോ, കൊലപാതകം പാപമാണ്, മോഷണം പാപമാണ്. അവിടെയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അതിനകത്തൊക്കെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും അല്ലെങ്കിൽ ആരെയെങ്കിലും ചീത്ത പറയുന്നതും ഒക്കെ പാപമാണ്. കാരണം അവിടെ നമ്മുടെ നാവും നമ്മുടെ കൈയും കാലുകളും ഒക്കെ അതിനകത്ത് പാത്രമാണ്, അല്ലെങ്കിൽ അതിനൊരു ഉപകരണമായിട്ട് മാറുകയാണ്. എന്നാൽ അതുമാത്രമാണ് പലപ്പോഴും ആളുകൾ പാപത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തുന്നത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഇത് മാത്രമേ മനുഷ്യർ കാണുള്ളൂ, അല്ലേ? നമ്മുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് മനുഷ്യർ കാണുകയില്ല. മനുഷ്യർ മനസ്സിൽ വെറുപ്പിരിപ്പുണ്ട്, കാണുമ്പോൾ ചിരിച്ചും കാണിക്കുന്നുവെങ്കിൽ അതൊരു കപടഭക്തിയാണ്, ഒരു കപടനാണെന്ന് നമുക്കറിയാം. അങ്ങനെ ജീവിക്കുന്ന ആളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് മറ്റാർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. പ്രവൃത്തികളിലേക്ക് മാത്രം നോക്കുന്ന ഒരു പ്രവണതയാണ് ലോകത്തുള്ളത്. സഭകളിലും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് പ്രവർത്തിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ വിളിക്കലായി ശാസിക്കലായി ഒക്കെയുണ്ട്. മറ്റ് തലങ്ങളെക്കുറിച്ച് ആളുകൾ ആരും അത്ര ബോധവാന്മാരല്ല എന്നുള്ളത് സങ്കടകരമാണ്. പ്രവൃത്തികളെ ന്യായീകരിക്കുകയല്ല, പ്രവൃത്തികളും അത് അങ്ങനെ തന്നെ കഠിനമായിട്ട് കാണേണ്ടതായിട്ടുള്ള ആവശ്യമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലുള്ളൊരു തലമാണ്. അതിനെക്കുറിച്ച് നമുക്കറിയാം. ഒരു സ്ത്രീയെ അയോഗ്യമായി നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ആക്ഷരികമായിട്ടുള്ള വ്യഭിചാരമായിരുന്നു പഴയ നിയമത്തിൽ കുറ്റകരമായിരുന്നുവെങ്കിൽ അത് സ്ത്രീയെയാണെങ്കിലും പുരുഷനെയാണെങ്കിലും യോഗ്യമായിട്ടുള്ള ചിന്തകളോടുകൂടി നോക്കുകയോ അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ആ ചിന്തകളെ പോലും അത് വലിയ ആക്ഷരികമായിട്ട് ചെയ്ത കുറ്റത്തിന് സമാനമായിട്ടാണ് ദൈവം കാണുന്നത്. അത് വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കൊലപാതകത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. പകയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഫലമാണ്. അപ്പോൾ ഹൃദയത്തിൽ വരുന്നതായിട്ടുള്ള പാപവും അങ്ങനെ ചെയ്യുന്നതിനോട് തുല്യമാക്കി ദൈവം മാറ്റിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അത് നമ്മുടെ ഹൃദയം സമ്പൂർണമായി ശുദ്ധമാക്കാനായിട്ടുള്ള ഒരു വലിയ ശക്തി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ശക്തിയുടെ കൃപയാൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കി ഹൃദയത്തിൽ നിന്ന് എല്ലാ അന്യചിന്തകളെയും മാറ്റുവാനായിട്ടുള്ള വലിയ ഒരു അത്യന്ത ശക്തി നമ്മൾ തന്നേച്ചാണ് പറയുന്നത്. ഇനി അതിൻ്റെ അടിമയാകാനായിട്ട് പോകണ്ട. നിനക്ക് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതായ എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നിൻ്റെ അടിമയാകേണ്ട ആവശ്യമില്ല. ഒരു അസൂയയുടെ അടിമയാകേണ്ട ആവശ്യമില്ല. ഒരു ഏഷണിയുടെ അടിമയാകേണ്ട ആവശ്യമില്ല. ഒരു കനിവില്ലായ്മ, ഒരു ദയയില്ലായ്മയുടെ അടിമയാകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാ ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങളും നിങ്ങൾ വളരുവാനായിട്ട് ആവശ്യമായ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആത്മാവ് നമ്മിൽ വസിച്ചാൽ നമ്മളിൽ എന്തുണ്ടാകും? ആത്മാവിൻ്റെ ഫലമുണ്ടാകും. എന്തൊക്കെയാണത്? 9 കാര്യങ്ങൾ നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 9 കാര്യങ്ങൾ. ശരി, ഞാൻ ചോദിക്കട്ടെ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം. സ്നേഹം നമ്മളിൽ പരിശുദ്ധാത്മാവിനാലാണ് പകർന്നിരിക്കുന്നതെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലും അതിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലമായിട്ടും സ്നേഹം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്നതായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ്. അതായത് ദൈവവും മനുഷ്യർ തമ്മിലുമുള്ള ആ സ്നേഹത്തിലേക്ക് മനുഷ്യവർഗത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതി. ഏദനിൽ കണ്ടതും മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും ആത്യന്തികമായിട്ട് സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നാം കാണാൻ പോകുന്നതും ഈ വഴക്കുകളില്ലാത്ത, പിണക്കങ്ങളില്ലാത്ത സ്നേഹത്തിൽ ഊന്നിയതായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ അത് ഭൂമിയിൽ ദൈവസഭയിൽ അത് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. ശരി, പലപ്പോഴും നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരാണ്.
നിങ്ങളെ സ്നേഹിക്കുന്ന, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതില്ലെങ്കിൽ നിങ്ങളത് ഉറപ്പാക്കണം. എനിക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹമാണ്. സ്നേഹമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം എപ്പോഴും സ്നേഹത്തിൻ്റെ വാക്കുകളായിരിക്കില്ല, ചിലപ്പോൾ ശാസ്ത്രീയുടെ വാക്കുകളൊക്കെ വരും. അത് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, ഞാൻ നിങ്ങളെ ശാസിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങൾക്ക് എന്നോടും സ്നേഹമാണ്, അതെനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട് എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല. ശരി, ഞാൻ നിങ്ങളെ മുറിപ്പെടുത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? നിങ്ങളെങ്ങനെയാണ് പ്രതികരിക്കുക? ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും കട്ട് ചെയ്തങ്ങ് പോവോ? ആത്മാവിൻ്റെ ഫലമായിട്ട് നമ്മളിൽ ഉളവായിട്ടുള്ള സ്നേഹമാണെങ്കിൽ, നമ്മളിൽ ഉണ്ടായത് രൂപാന്തരമാണെങ്കിൽ, ആ സ്നേഹത്തിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു ദീർഘക്ഷമയുണ്ട്, അല്ലേ? ഒരു ദീർഘക്ഷമയുണ്ട്. ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളിലേക്ക് പകരപ്പെട്ടതായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആ സ്നേഹം കൊണ്ടാണ് നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നതെങ്കിൽ അവിടെ ദീർഘക്ഷമയുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. ആത്മാവിൽ നിന്ന് ആത്മാവിൻ്റെ ആ സ്നേഹം മാത്രം ഞാനിങ്ങ് വെട്ടിയെടുത്ത് എൻ്റെ ജീവിതത്തിൽ പകർക്കാം, ബാക്കിയുള്ളതൊന്നും എനിക്ക് വേണ്ട. അവിടെ പരോപകാരമുണ്ട്, അവിടെ ദയയുണ്ട്, അവിടെ വിശ്വസ്തതയുണ്ട്, അവിടെ ഇന്ദ്രിയജയമുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നതായിട്ടുള്ള അത് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യം തന്നെയുണ്ട്. അതിനെ വിഘടിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന ഏകനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? വാക്തത്വത്തെ കുറിച്ച് പറയുമ്പോൾ സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന ഏകനെ കുറിച്ച്. അപ്പോൾ സന്തതി എന്ന് ഉപയോഗിക്കുമ്പോഴും സന്തതികൾ എന്ന് ഉപയോഗിക്കുമ്പോഴും അത് രണ്ടർത്ഥമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പഴയ നിയമത്തിലെ വാക്യം കോട്ട് ചെയ്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അതുപോലെ ഫലങ്ങൾ എന്നല്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നല്ല, ആത്മാവിൻ്റെ ഫലം എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം അപ്പോസ്തലൻ എഴുതിയതാണ്. അതിലൊന്ന് മാത്രമായിട്ടൊരു നിലനിൽപ്പില്ല. എനിക്ക് എല്ലാവരോടും ദയയാണ്, പക്ഷേ സ്നേഹമില്ല എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, പക്ഷേ എനിക്കൊരു സന്തോഷവുമില്ല എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മൾ പറയുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് സ്നേഹമല്ല. ഞാൻ അനേക വ്യക്തിബന്ധങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, 10, 15, 20, 30, 40 വർഷം സ്നേഹത്തിലാണ് എന്ന് വിചാരിച്ച് ജീവിച്ചതായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു നിസ്സാര കാര്യത്തിൻ്റെ പുറത്ത് അവർ പിണങ്ങി വലിയ ശത്രുക്കളായിട്ട് പോകുന്നത് വിശ്വാസികളുടെ ഇടയിൽ തന്നെ, അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ ഇടയിൽ തന്നെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അതൊന്നും സ്നേഹത്തിൻ്റെ പട്ടികയിൽ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സ്നേഹത്തിൻ്റെ പട്ടികയിൽ അതൊന്നും വരില്ല. അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഈ ലോകത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഗുണം, അല്ലേ? ലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അങ്ങനെയുള്ള ഇഷ്ടങ്ങളിലോ ഇഷ്ടാനിഷ്ടങ്ങളിലോ വരുന്നതായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റ് സ്നേഹങ്ങൾ മാത്രമാണ് ഈ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറച്ചു വരുമ്പോഴേക്കും ഓടിപ്പോകുന്നതും തള്ളിക്കളയുന്നതുമായിട്ടുള്ള സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പാപത്തിന്റെ രണ്ടാമത്തെ തലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എന്താ? നമ്മുടെ ഉള്ളിൽ ഒരുപക്ഷെ പുറത്താരും കാണാത്ത, ഉള്ളിൽ വ്യഭിചാരം ചെയ്താൽ പുറത്താരും കാണുകയില്ല, സഭ നടപടിയെടുക്കുകയില്ല. പുറത്ത് വ്യഭിചാരം ചെയ്താൽ സഭയിൽ നിന്ന് പുറത്താക്കും, അല്ലേ? ഉള്ളിൽ സഹോദരനെ പകച്ചാൽ കുഴപ്പമൊന്നുമില്ല, ആരും കാണുന്നില്ല. പുറമെ എന്തെങ്കിലും വഴക്ക് പറയുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ അടികൂടുകയൊക്കെ ചെയ്താലാണ് എന്തെങ്കിലുമൊക്കെ ഒരു നടപടി വരുന്നത്. അപ്പോൾ എനിക്ക് ഉള്ളിൽ എന്തുമാകാം, പുറമേ ആകാതിരുന്നാൽ മതി എന്നൊരാൾ ചിന്തിക്കുന്നുവെങ്കിൽ അവരിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്രേ വായി സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കപടഭക്തി കൊണ്ട് ഭക്തിയുടെ വേഷം കെട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ? നമ്മൾ നമ്മുടെ വർത്തമാനങ്ങളെയൊക്കെ ഒന്ന് പരുവപ്പെടുത്തി നമ്മൾ ഒരു ഭക്തിയുടെ വേഷമൊക്കെ കെട്ടും, പക്ഷെ ഉള്ളിൽ മുഴുവൻ പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ ഉള്ളിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള പാപത്തെ മൂടി വയ്ക്കാൻ ഒരു കാലഘട്ടം വരെ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ബുദ്ധിയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കും. എന്നാൽ നമ്മുടെ സുബോധമൊക്കെ നഷ്ടപ്പെട്ടാൽ, ഒരു ഭക്തനായ മനുഷ്യൻ്റെ ഒരപ്പൻ, അവരും വലിയ ഭക്തനാണെന്നുള്ള നിലയിലൊക്കെ ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് സുബോധം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ നല്ല പച്ചത്തെറിയാണ്, പുളിച്ചത്തെറിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ബോധം. അത് മറച്ചു വെക്കാനുള്ള ശക്തി പോയപ്പോൾ പുറത്തു വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ സുബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് വന്നാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നതെല്ലാം സഭയിലുള്ളവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം മനസ്സിലാക്കും. പ്രിയമുള്ളവരെ,
ഉള്ളു ശുദ്ധമാക്കിയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യതയുണ്ട്, മനുഷ്യൻ്റെ സന്നിധിയിലും സ്വീകാര്യതയുണ്ട്. അങ്ങനെ ചീത്തപാത്രം പറയുന്ന ആളുകൾ അങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോൾ അവർ ഈ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കാണിക്കുകയില്ല, മാതാപിതാക്കന്മാരെ കാണിക്കുകയില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ ഈ പള്ളു മാത്രമാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദയനീയമാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശുദ്ധമാക്കാം. മൂന്നാമതായിട്ടുള്ള പാപത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ളൊരു പ്രമാണമാണ്. അതെന്താണ്? അതങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ ധൈര്യമായിട്ട് പഠിപ്പിക്കാത്തതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ പാപത്തിൻ്റെതായിട്ടുള്ള ലാഞ്ചനകളുണ്ട് എന്ന് പൊതുവെ എല്ലാവരും അത് അംഗീകരിക്കില്ല. എന്നാൽ നമുക്ക് ദൈവവചനത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അവിടെ ഇച്ഛ എന്താണ്? നന്മ ചെയ്യണമെന്നാണ്, അല്ലേ? നന്മ ചെയ്യണമെന്നുള്ള ഇച്ഛയുണ്ട്, പക്ഷേ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. നമ്മുടെ ദേഹിയിൽ നമുക്ക് നന്മ ചെയ്യാനാണ് ആഗ്രഹം, എന്നാൽ അതിന് സാധിക്കാത്ത എന്തോ ഒരു പ്രമാണമുണ്ട്. അതിനെക്കുറിച്ച് തുറന്നു പറയുന്നു, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന് ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ എനിക്ക് ന്യായപ്രമാണം ഇഷ്ടമാണ്, അതിൽ ഞാൻ രസിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനപ്പുറം ചില പ്രമാണങ്ങൾ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതായത് എൻ്റെ കണ്ണിലും കാതിലും എൻ്റെ മൂക്കിലും ചെവിയിലും എൻ്റെ കൈകളിലും കാലുകളിലും ഒക്കെ വേറൊരു പ്രമാണം. അതായത് ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അത് ചെയ്യാൻ എന്നെ അനുവദിക്കാതെ വണ്ണം എനിക്ക് എൻ്റെ അവയവങ്ങളിൽ മറ്റൊരു പ്രമാണമുണ്ട്. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിൽ എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചാൽ പോലും, ഇത് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ് കേട്ടോ. എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർ എന്നെ വിടുവിക്കും? അപ്പോൾ ശരീരം മരണത്തിന് അധീനമാണ്. ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതിനുശേഷം തുടർന്ന് 7-ാം അധ്യായം കഴിഞ്ഞ് 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക, അല്ലേ? 8-ാം അധ്യായത്തിലാണ് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. ദേഹിയുടെ എന്നല്ല, മനസ്സിന്റെ എന്നല്ല, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ. നമുക്കറിയാം, മദ്യപാനികളായിട്ടുള്ള ആളുകൾ പലരും അവരെ വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടുമ്പോൾ ഞാൻ ഇനി ഒരിക്കലും കുടിക്കുകയില്ല, അങ്ങനെ ചില മതങ്ങളിലൊക്കെ അവർ അമ്മയെ ചൊല്ലി സത്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ മക്കളെ ചൊല്ലി സത്യം ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ചൊല്ലി അവർ സത്യം ചെയ്തേക്ക് അവർ പോകും. അത് കഴിഞ്ഞേച്ച് അവർ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് അവരുടെ കയ്യിൽ പൈസ കിട്ടി, അല്ലെങ്കിൽ ആരെങ്കിലും പൈസ ഇല്ലെങ്കിൽ ആരെങ്കിലും പൈസ കടം കൊടുക്കാനോ അതല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാനോ പറഞ്ഞാൽ ഇവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റിയല്ല. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ശരീരത്തിൽ ഒരു പ്രമാണമുണ്ട്, പാപത്തോടുള്ള ചായ്വുള്ളൊരു പ്രമാണമുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് ഇനി മദ്യപിക്കരുതെന്ന്. എല്ലാവരെയും ചൊല്ലി സത്യം ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ശരീരത്തിൽ മറ്റൊരു പ്രമാണം വസിക്കുന്നുണ്ട്. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെയും മരിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവിക പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ശരീരം നമ്മെ സ്വാധീനിക്കുന്നതായിട്ടുള്ള, നമ്മുടെ ശരീരത്തിലൂടെ പോകുന്നതായിട്ടുള്ള ഹോർമോണുകളും മറ്റ് രാസവസ്തുക്കളും ഒക്കെ നമ്മളെ പല പാപപ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അതിൽ നിന്നുള്ള ഒരു വിടുതലും വേണം. അതിലെ പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ, മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടത് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അപ്പോൾ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അപ്പോൾ അത് നമുക്കിങ്ങനെയും പറയാം, ധാരാളം പ്രസംഗങ്ങൾ കേട്ടതിന് ശേഷവും കർത്താവിനെ രക്ഷിച്ചതിന് ശേഷവും ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് എല്ലാ ദൈവമക്കളും പറയേണ്ടത് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിലും മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും പ്രത്യേകമായി ഇത് പറഞ്ഞുവെങ്കിൽ, ഇത് പറയുന്നവർക്ക് മാത്രമല്ല കേൾക്കുന്നവർക്കും അവരുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കി. എങ്ങനെയാണ് ഈ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നത്? ശരീരം പല കാര്യങ്ങളും ആവശ്യപ്പെടും, പല പാപത്തോടും ശരീരം ചായ്വ് കാണിക്കും. അപ്പം നമ്മൾ പറയും, വേണ്ട, നീ ഒരല്പ ദണ്ഡനം സഹിക്കുക, നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയില്ല, അല്ലേ? എന്താണ്? നമുക്ക് ഒരു ദിവസം ഉപ്പ് കുറഞ്ഞ ഒരു കറി കിട്ടിക്കഴിച്ചപ്പോൾ ശരീരത്തിന് അത് പിടിക്കുന്നില്ല. മനസ്സിലാണോ പിടിക്കാത്തത്? അല്ലെ? നമ്മുടെ നാവിലെ രസകുമിളങ്ങൾക്കാണ് ഈ ഉപ്പ് കുറഞ്ഞ ഭക്ഷണം പിടിക്കാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതികരണം എന്താ വരിക? നമ്മൾ പറയും, ഇത്
എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഉപ്പ് കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ നമുക്ക് പരാതികളാണ്. പിന്നെ ഉപ്പ് ഇട്ടിട്ട് കഴിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള വാദഗതികളും ന്യായങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മൾ അതിനെ അങ്ങനെ ഒരു ലൈനിൽ നമ്മൾ പോകും. എന്നാൽ ശരീരത്തെ ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നീ തൽക്കാലം ഈ ഉപ്പ് കുറച്ച് തന്നെ അങ്ങ് കഴിക്കുക. നമ്മൾ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിന് ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. ഇറച്ചിയും മീനും മാത്രം എപ്പോഴും കറി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ചെറിയൊരു ചായവ് എൻ്റെ ശരീരത്തിനും അങ്ങനെ ചെറിയൊരു ചായവുണ്ട്. അപ്പോൾ ഒരു നേരം അങ്ങനെയുള്ള ഒന്നുമില്ലാതെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഇഷ്ടപ്പെടുകയില്ല, അല്ലേ? ശരീരത്തിന് ഇഷ്ടപ്പെടുകയില്ല. എന്ത് പറയും? ഇന്ന് നിന്നെ ഞാൻ ദണ്ഡിപ്പിക്കുകയാണ്, നീ ഇത് വെച്ച് ഇത് കഴിച്ചേച്ച് എഴുന്നേറ്റ് പോയാൽ മതി, പൊക്കോ. ഒരു പരാതിയും പറയരുതെന്ന് നമ്മൾ എന്ത് പറയും? ശരീരത്തോട് പറയും. പ്രിയമുള്ളവരെ, ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളെയൊക്കെ മരിപ്പിച്ചിട്ടാണ് ഒരു യാഗമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലേ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള യാഗമായി നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കുവിൻ. അപ്പോൾ അവിടെ നമ്മുടെ അവയവങ്ങളെ, അല്ലെങ്കിൽ അവയവങ്ങൾ എന്ന് പറയുമ്പം ശരീരമാണല്ലോ, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടാകാൻ പാടില്ല? അതിനകത്ത് ദോഷം ഉണ്ടാകാൻ പാടില്ല. നന്മയുണ്ടാകണം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കും രൂപാന്തരപ്പെടണം. നിങ്ങളുടെ ശരീരങ്ങളെ എങ്ങനെ? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായിട്ടുള്ള ഒരു യാഗമായിട്ടാണ് നമ്മളുടെ ശരീരങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. യാതൊരു വക അലമ്പുമില്ലാതെ, ഒരു പ്രശ്നങ്ങളുമില്ലാതെ, ആരോടും ഒരു വിരോധവുമില്ലാത്ത, ഒരു പാപത്തിനോടും ചായ്വില്ലാത്തതായിട്ടുള്ള ഒരു ശരീരം, അതാണ് നമ്മൾ ദൈവത്തിന് യാഗമായി സമർപ്പിക്കേണ്ടത്. ഊനമിലുള്ള എന്തിനെങ്കിലും കൊണ്ടുപോയി യാഗം കഴിക്കുവാനായിട്ട് പഴയ നിയമത്തിൽ പാടുണ്ടായിരുന്നോ? നിയമമില്ലായിരുന്നു. ഒരു ആടിനെയും കൊണ്ട് യാഗമർപ്പിക്കാൻ വന്നാൽ പുരോഹിതൻ അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ആ വളരെ കൃത്യമായിട്ടും കണിശമായിട്ടും എന്തെങ്കിലും ഒരു ഊനുണ്ടോ ആ മൃഗത്തിനെന്ന് പരിശോധിച്ചിട്ട് ഊനുണ്ടെങ്കിൽ യാഗമർപ്പിക്കുവാനായിട്ട് സമ്മതിക്കുകയില്ല. നമ്മുടെ ശരീരങ്ങളെ യാഗങ്ങളുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ ഒരു ഊനവും ഉണ്ടാകാൻ പാടില്ല. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെയൊക്കെയും ആ ക്രൂശിൽ തറച്ച്, അങ്ങനെയാണ് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടത്. പിന്നെ പാപത്തിൻ്റെ മറ്റൊരു തലം അവിശ്വാസം എന്നുള്ളതായിട്ടുള്ള തലം. പ്രിയമുള്ളവരെ, ദൈവവചനം നാം ധാരാളം കേൾക്കുകയും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് എത്ര തവണ പ്രസംഗം കേട്ടിട്ടുണ്ട് കഴിഞ്ഞ 10-20 വർഷത്തിനിടയ്ക്ക്? എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്, ആ വേദഭാഗം വായിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ദിവസങ്ങളിൽ എത്രത്തോളം വിചാരങ്ങളാണ് നമുക്കുള്ളത്, അല്ലേ? എന്താ പറ്റിയെന്നറിയാമോ? ആ ദൈവിക കൽപ്പനയെ നമ്മുടെ വിശ്വാസമായിട്ട് നമ്മൾ പരിണമിച്ചിട്ടില്ല. അവിശ്വാസമാകുന്ന പാപം. വിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ നിന്നെയും ഒടിച്ചുകളയും. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. യഹൂദന്മാരെ കുറിച്ച് പറയുകയാണ്, അവർ അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയി. രക്ഷിക്കപ്പെട്ട ജാതികളിൽ നിന്ന് വന്ന ആളുകളോട് പറയുകയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ നിങ്ങളെയും ഒടിച്ചുകളയും. അവരിനി വിശ്വസിച്ചാൽ അവരെ വീണ്ടും സ്വാഭാവിക കൊമ്പുകളെ അവരെ എത്രയധികം ഒട്ടിക്കും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അത് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ ഏറ്റുപറഞ്ഞൊരു വിശ്വാസത്തെക്കുറിച്ചല്ല. വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവപ്രിയമായി ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വചനങ്ങളും സ്റ്റോർ ചെയ്ത്, എത്ര പ്രതിസന്ധികൾ വന്നാലും തളരാതെ ഉറച്ച് പോകുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ഒരു തലത്തിലുള്ള വിശ്വാസം, ദിനം പ്രതി വളരുന്നതായിട്ടുള്ള വിശ്വാസം. ഫെയ്ത്ത് ഈസ് നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ് ഈസ് ഡൈനാമിക്. വിശ്വാസം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും സ്ഥിരമായിട്ടുള്ളൊരു കാര്യമല്ല, അതൊരു ദിനംതോറും വളരുന്ന ഒരു കാര്യമാണ്. നാം ആത്മീയ വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച്, നമ്മളെ ശുശ്രൂഷകൾ കൂടുതലായിട്ട് ഏൽപ്പിക്കുന്നതിനനുസരിച്ച്, അതിന് വേണ്ടുന്നതായിട്ടുള്ള വിശ്വാസത്തിന്റെ സമൃദ്ധി, നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കഷ്ടങ്ങളെ അതിജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിശ്വാസത്തിന്റെ സമൃദ്ധി ഓരോ ദിവസവും പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം
ജീവിക്കാൻ പര്യാപ്തമായിട്ടുള്ള വിശ്വാസമായിട്ട് തീരുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിശ്വാസത്താൽ ജീവിക്കുവാനായിട്ടും കഴിയുകയുള്ളൂ. അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? കർത്താവിനെ പ്രസാദിപ്പിക്കുക. നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുക. എവിടെയാണ് കർത്താവ് പ്രസാദിക്കുന്നത്? കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്താണോ മനുഷ്യനെ സംബന്ധിച്ച് ഉദ്ദേശിച്ചത് അത് നടപ്പാകുമ്പോഴാണ്. എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ദൈവത്തോടുള്ള കൂട്ടായ്മ, സ്നേഹം, അതിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള അനുസരണം, അതുപോലെ തന്നെ ദൈവമക്കൾ തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹം. ഞാൻ പലപ്പോഴും ഭയപ്പെടാറുണ്ട്. നമുക്ക് ദൈവം ധാരാളം സത്യമായിട്ടുള്ള വചനങ്ങൾ ബോധ്യപ്പെടുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അവസരം തന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഒരുമിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുമിച്ചിരിക്കുവാനും കൃപ അനുഭവിക്കുവാനും അന്യോന്യം കൃപ അനുഭവിക്കുവാനായിട്ടും ഒരു സഭയിലെ വിശ്വാസികൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതൊരു സഭയല്ല, അവിടെ ദൈവവുമില്ല. കാരണം ഈ ഒരുമിച്ചിരിക്കുക, സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുക എന്ന് പറയുന്നതാണ് ദൈവം ആദിയിൽ പ്ലാൻ ചെയ്തതായിട്ടുള്ളൊരു കാര്യം. കേവലം ഞായറാഴ്ച വന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടി കുറച്ച് പാട്ടുമൊക്കെ പാടി ഒരു വചനമൊക്കെ കേട്ട് ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് അങ്ങോട്ട് പോകുന്നതിൽ നാം തൃപ്തരാകുന്നുവെങ്കിൽ നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടി നടപ്പാകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഒരുമിച്ചിരിക്കണമെങ്കിൽ എന്ത് വേണം? ഏക മനസ്സ് വേണം, ഏക ഹൃദയം വേണം, ഏക ഭാവം വേണം, ഏക ലക്ഷ്യം വേണം, അല്ലേ? ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുമിച്ചിരിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ട് അത് ഒന്നായിരിക്കുമ്പോഴാണ് നമ്മൾ ദൈവിക പ്രവൃത്തി നടക്കുന്നത്. പലപ്പോഴും ഈ ലോകത്തിലെ ജീവിതത്തിന്റെ വിജയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നേടിയെടുത്തു, അത് ആത്മീയ ശുശ്രൂഷകളാണെങ്കിലും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മേഖലകളിലുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഈ ലോകത്തിൽ എന്ത് നേടി എന്നുള്ളതല്ല ഒരു വിശ്വാസിയുടെ വിജയത്തിന്റെ അവസാന വാക്ക്. അത് ഒരുവന് എത്രത്തോളം സഹവിശ്വാസികളെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ്. അതാണ് ദൈവം ഏതെനിൽ ആരംഭിച്ചതും നിത്യത ചെയ്യാൻ പോകുന്നതുമായുള്ള കാര്യം. അതാണ് നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ കാണും, അതിലൊന്നും ദൈവം പ്രശംസിക്കുകയില്ല. മനുഷ്യരുടെ മുമ്പാകെ ശ്രേഷ്ഠമായത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു നമ്മൾ വായിക്കുന്നു. നമ്മൾ യഹോവയുടെ മുമ്പാകെ അറപ്പായിട്ടുള്ള കാര്യങ്ങളെയാണോ മനുഷ്യരുടെ മുമ്പിൽ ശ്രേഷ്ഠമായിട്ടുള്ളതായിട്ട് നാം കണക്കാക്കുന്നത്? അല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും സ്നേഹവും ഒക്കെ അളക്കാനായിട്ട് ഒരൊറ്റ അളവ് പോലെയുള്ളൂ നമ്മുടെ സഹവിശ്വാസികളെ നമുക്ക് ചേർത്ത് പിടിക്കുവാനും സ്നേഹിക്കുവാനും നിഷ്കളങ്കമായി സ്നേഹിക്കുവാനും നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് വിരുദ്ധമായി നിങ്ങൾ ഒരു പക്ഷേ പല പ്രസംഗങ്ങളും ഒക്കെ പലയിടത്തും കേൾക്കാം. ഇന്നത്തെ ലോകത്തിലെ പ്രസംഗങ്ങളെല്ലാം എങ്ങനെയാണെന്നറിയാമോ? നന്നാവണം അല്ലേ? വചനത്തിൽ ഒത്തിരി കൽപ്പനകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ നന്നാവണം എന്ന് പറയും. നമ്മളെല്ലാം നന്നാവണം തീരുമാനം എടുത്ത് വീട്ടിൽ പോകും. വീട്ടിൽ കാല് കുത്തുന്നതിന് മുമ്പ് നമ്മുടെ നന്നാവലെല്ലാം കഴിയും. നമ്മൾ വീണ്ടും പഴയ മനുഷ്യരാ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ കൽപ്പനകൾ പുറത്തുനിന്ന് അടിച്ചേൽപ്പിച്ച് നന്നാക്കുന്ന ഒരു പരിപാടി ബൈബിളിലില്ല. എന്നാൽ ഇന്ന് ലോകത്ത് മുഴുവൻ സംഭവിക്കുന്നത് അതാണ്. നീ ചെയ്ത് തെറ്റായി, നീ അങ്ങനെ ചെയ്യരുത് അല്ലേ? നമ്മൾ പറയൂ ചെയ്യരുത്. കൽപ്പനകളാൽ മനുഷ്യനെ നന്നാക്കാമായിരുന്നുവെങ്കിൽ ന്യായപ്രമാണം മതിയായിരുന്നല്ലോ പ്രിയ ദൈവമക്കളെ. എന്തിനാണ് പിന്നെ ഈ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും അതുപോലെ തന്നെ നമ്മുടെ പാപത്തിന് പരിഹാരവും ഉണ്ടാക്കി ദൈവാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിട്ട് നമ്മൾ പിന്നെയും ഈ കൽപ്പനകളുടെ പിന്നാലെ പോകുന്നത്? കൽപ്പനകൾ കേട്ട് അനുസരിക്കാൻ മനുഷ്യൻ പ്രാപ്തനല്ല എന്ന് കൽപ്പനകൾ കൊടുത്തുകൊണ്ട് തന്നെ ദൈവം ചരിത്രത്തിൽ തെളിയിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അശക്തരാണ്, നിങ്ങൾക്ക് തന്നെ ഈ കൽപ്പനകൾ പാലിക്കുവാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശക്തിയില്ല എന്ന് നിങ്ങളെ മനസ്സിലാക്കേണ്ടതിനും നിങ്ങൾ സമ്പൂർണ്ണമായി എൻ്റെ കൃപയിൽ ആശ്രയിക്കേണ്ടതിനും വേണ്ടിയാണ് നിങ്ങൾക്ക് കൽപ്പനകൾ തന്നത്. നിങ്ങളുടെ അപര്യാപ്തതയും നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിങ്ങളുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികളിലുമുള്ള സകല അരിഷ്ടതകളും ഞാൻ മനസ്സിലാക്കി. അത് നിങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയുകയില്ല. നിങ്ങൾ തന്നെ ഒരു ശക്തിയുമില്ല.
നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് മനുഷ്യനോട് ദൈവം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് കൽപ്പനകൾ കൊടുത്തത്. മനുഷ്യൻ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. കൽപ്പനകളെല്ലാം പ്രാപിച്ച്, കൽപ്പനകൾ പ്രാപിക്കാത്തവരും പ്രാപിച്ചവരും മനസാക്ഷികൾ ജീവിക്കുന്നതുമായിട്ടുള്ള എല്ലാ ആളുകളെയും വിലയിരുത്തിക്കൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. മനുഷ്യന്റെ പ്രവൃത്തികളാൽ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ളൊരു നീതി സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവന് എൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി ഞാൻ അങ്ങോട്ട് കൊടുക്കും. അതാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. ആ ദൈവിക നീതിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ രൂപാന്തരം വരും. ആരും നമ്മളോട് കൽപ്പിച്ചിട്ടല്ല, ആരും നമ്മളെ ഭയപ്പെടുത്തിയിട്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലും സ്നേഹത്താലും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുവാനും കഴിയുന്ന ഒരു ഹൃദയത്തെ നമുക്ക് ദൈവം രൂപാന്തരപ്പെടുത്തി തരും. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ആരെയും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ആരെയും പുറത്താക്കുമെന്ന് കൽപ്പിച്ചും ചെയ്യുന്നതായിട്ടുള്ള ഒരു പരിപാടിയല്ല സഭയിൽ നടക്കേണ്ടത്. ഇന്ന് അതാണ് പക്ഷേ നടക്കുന്നത്. അങ്ങനെ ആരും നന്നാവില്ല പ്രിയമുള്ളവരെ. നമ്മളെയും എന്നെയും നന്നാക്കാൻ പറ്റില്ല, നിങ്ങളെയും നന്നാക്കാൻ പറ്റില്ല. നമ്മൾ ദൈവസ്നേഹം നിറയുന്നുണ്ടോ അത് നമ്മുടെ പ്രവൃത്തികളായിട്ട്, മാനസാന്തരമായിട്ട്, രൂപാന്തരമായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ വരും. അതാണ് വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാനിന്ന് പല വിഷയങ്ങൾ വളരെ ബ്രീഫായിട്ട് ടച്ച് ചെയ്തു. നമുക്കൊരു പൊതുവായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ഈ ഒരു അടിസ്ഥാനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇട്ടില്ല എങ്കിൽ നമുക്കൊരിക്കലും ദൈവേഷ്ടം ചെയ്ത് ദൈവപ്രിയമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. ഞാൻ വിചാരിക്കുന്നു ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ദൈവവചന വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലോ നിങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. അതിനെ സംബന്ധിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങൾ ദയവായി ഈ ഒരു കാര്യം മറ്റുള്ളവരോട് അറിയിക്കുവാനായിട്ട് ഉത്സാഹം കാണിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം തെറ്റായിട്ടുള്ള റൂട്ടിൽ പോകുന്നതായിട്ടുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ എന്ന പേരുള്ളതായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അവരൊക്കെ ഏതെങ്കിലും ചില ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി ആ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിച്ച് അവർ വ്യർത്ഥമായി ജീവിക്കുന്ന ആളുകളാണ്. അനേകരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ടുപോയിരിക്കുന്നു. അനേക പ്രാസംഗികർ പ്രസംഗിക്കുന്നതായിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നതും അതിൻ്റെ പിന്നിലുള്ളതായിട്ടുള്ള ആത്മാവെന്ന് പറയുന്നതും ദൈവാത്മാവല്ല, അതൊക്കെ വ്യാജമായിട്ടുള്ള ആത്മാവുകളാണ്, പിശാചിൻ്റെ ആത്മാക്കളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം.